ഉപേക്ഷിക്കാതെ മാധ്യസ്ഥം നൽകിടുവാനാ കോട്ടയത്ത് വാഴുന്ന അന്തോണീസ് പുണ്യവാനെ സ്വീകരിക്കൂ കൈകൾ നീട്ടി ആപിയാമിൻ അർത്ഥനകൾ. കർത്താവ് എത്ര നല്ലവനെന്ന് രുചിച്ചറിയുവൻ. Taste and see how sweet is the Lord. Hallelujah. Hallelujah. ഒച്ചതി എല്ലാവരും ചേർന്ന് പറ. Hallelujah. Hallelujah. ഞങ്ങളെ കർത്താവിന്റെ മാധുര്യം കർത്താവ് വിളമ്പിത്തരും. മകളെ അവരുടെ ഒരു ഡിലീഷ്യസ് ആയിട്ടുള്ളൊരു ഗിഫ്റ്റ് കർത്താവ് തരിക. രുചികരമായിട്ടുള്ള ഒരു വിരുന്ന്, ഒരു ഡിലൈറ്റ്. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർ മാത്രം ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഇപ്പൊ എല്ലാരും വിശന്നിരിക്കുന്ന പോലെ കാണാം. നിങ്ങളുടെ നല്ല സന്തോഷത്തിലെ കർത്താവ് നല്ലൊരു വിരുന്ന് വിളമ്പി തന്നതല്ലേ. ഒരു ഹല്ലേലൂയ വിളിച്ചേ. Every day he feeds us. ഓരോ ദിവസവും നമ്മളെ തൃപ്തിപ്പെടുത്തുന്ന, ഓരോ ദിവസവും നമുക്ക് വിളമ്പി തരുന്നൊരു ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്നത് ഹല്ലേലൂയ പറഞ്ഞേ. അവങ്ങളെ ജീവിതത്തിന് ഏത് മേഖല ആയിക്കൊള്ളട്ടെ, ഏതവസ്ഥ ആയിക്കൊള്ളട്ടെ, നീ ആയിരിക്കുന്ന അവസ്ഥകളിൽ നിന്റെ ജീവിതത്തിൽ ഇടപെടുന്ന, നിറച്ച് വിളമ്പി തരുന്ന ഹല്ലേലൂയ, ഹല്ലേലൂയ. ശത്രുക്കളുടെ മുമ്പിൽ അവിടുന്ന് എനിക്ക് വിരുന്നൊരുക്കുക. 23-ാം സങ്കീർത്തനം പറയുന്ന അങ്ങനെയല്ലേ. Even before your enemies you are not scared. ശത്രുവിന്റെ മുമ്പിൽ പോലും ഇരുന്ന് നമ്മൾ ഭക്ഷണം കഴിക്കുക. ഹല്ലേലൂയ. കർത്താവ് തരുന്ന ഭക്ഷണം കർത്താവിന്റെ കരുണയാണ്. കർത്താവ് തരുന്ന ഭക്ഷണം കർത്താവിന്റെ കാരുണ്യമാണ്, കർത്താവിന്റെ സ്നേഹമാണ്, കർത്താവിന്റെ സമാധാനമാണ്, കർത്താവിന്റെ ജീവനാണ്, കർത്താവിന്റെ ആത്മാവാണ്. ഹല്ലേലൂയ. നമ്മളെ സമ്പന്നനാക്കുന്ന ഒരു കർത്താവാണ്. He is making us rich. നമ്മളെ സമ്പന്നരാക്കുക. നമ്മുടെ റിച്ച്നെസ്സിനെ കർത്താവ് നമ്മുടെ സമൃദ്ധിയെ വർദ്ധിപ്പിച്ചു തരുന്ന ഒരു കർത്താവ്. ഒച്ചതി പറഞ്ഞേ ഹല്ലേലൂയ. ഒച്ചതി പറ ഹല്ലേലൂയ. നമുക്ക് സമൃദ്ധി തരുന്ന ആ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ആത്മീയ സമൃദ്ധി ഏറ്റവും പ്രധാനപ്പെട്ടത്. ദൈവത്തെ കാണാൻ പറ്റുക, ദൈവത്തെ അനുഭവിക്കാൻ പറ്റുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. കഴിഞ്ഞ ഞായറാഴ്ച നമ്മൾ ഹബക്കൂക്കിന്റെ വചനം, നിങ്ങൾ അഭിഷേക വചസ് കേൾക്കുന്ന നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. കർത്താവെ എത്ര നാൾ ഞങ്ങൾ കാത്തിരിക്കണം, എത്ര നാൾ ഞങ്ങൾ അനുഗ്രഹത്തിന് വേണ്ടി കാത്തിരിക്കണം. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങൾ എത്ര കാലം കാത്തിരിക്കണം കർത്താവേ. കർത്താവ് പറഞ്ഞു ദർശനം അതിന്റെ സമയത്ത് പൂർത്തീകരിക്കപ്പെടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളെ പ്രാർത്ഥനകൾക്ക് അപ്പുറത്ത് ഒരു ദർശനമുണ്ട്. നമ്മളൊരു കാര്യത്തിന് പ്രാർത്ഥിക്കുമ്പം, ആ കണ്ണടച്ച് നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ ജീവിതത്തിലേക്ക് ആ അനുഗ്രഹം ഇൻവെസ്റ്റ് ചെയ്യുന്ന കർത്താവ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വെറുതെ പ്രാർത്ഥിച്ചല്ല, കർത്താവിനെ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കണം. അതിന് ഫെർവർ ഉണ്ട് ആ സമയത്ത്. അതിന് ഒരു സീൽ എന്ന് പറയൂലേ, തീഷ്ണത. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീവിതത്തിൽ എപ്പോഴും ദർശനങ്ങൾ കണ്ടുകൊണ്ട് കർത്താവ് ഹബക്കൂക്ക് പ്രവചനം 2-ാം അധ്യായത്തിൽ പറഞ്ഞു, നിങ്ങൾ ദർശനം എഴുതി വെക്ക്. കഴിഞ്ഞ ആഴ്ച പരിശുദ്ധാത്മാവ് നിങ്ങൾ നമുക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങൾ നിങ്ങളുടെ വീട്ടിലെ ഭിത്തിയിൽ എഴുതി വെക്കണം. 4 ആള് കാണട്ടെ നിങ്ങളുടെ ജീവിതത്തിൽ ഈ അനുഗ്രഹം വരാൻ പോവാണ്. 4 ആള് കാണട്ടെ. അതിനുള്ള ധൈര്യം നിങ്ങൾക്കുണ്ടെങ്കിൽ അതിനുള്ള അഭിഷേകം തരാനുള്ള കഴിവ് കർത്താവിനുണ്ട്. ഹല്ലേലൂയ. നമുക്ക് പലപ്പോഴും ധൈര്യമില്ല മക്കളെ. നമ്മുടെ ജീവിതത്തിൽ ധൈര്യം, മര്യാദക്ക് ഒറ്റയ്ക്ക് നിന്റെ ആവശ്യം ഒച്ചത് പ്രാർത്ഥിക്കാൻ ധൈര്യമുള്ള എത്ര പേര് വീട്ടിൽപ്പെട്ടു. അടുത്തേക്ക് ചേട്ടനെങ്ങാനും കേട്ടാലോ, അടുത്തിരുന്ന ചേട്ടത്തി എങ്ങാനും കേട്ടാലോ. നീ രഹസ്യത്തിലാ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് നാണക്കേടാ കർത്താവ്. നമുക്ക് പ്രാർത്ഥിക്കാനോ നീ എഴുതി വെക്ക, ഇന്ന അനുഗ്രഹത്തിന് നിന്റെ വീട്ടിൽ നിന്ന് ഒട്ടിച്ചു വെച്ചിട്ട്, പോസ്റ്റർ ഒട്ടിച്ചു വെച്ചിട്ട്. ആവശ്യമില്ലാത്തതിനൊക്കെ ഫ്ലെക്സ് അടിച്ച് വെക്കുന്നില്ലേ, ആ ഫ്ലെക്സ് അടിക്കുന്നവരുടെ അടുത്ത് എന്നിട്ട് പറയാം എനിക്ക് ഇതൊന്നും അടിച്ചു തരാൻ പറ. കർത്താവ് എന്നെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാക്കുന്നു. അടിച്ചു വെക്കാൻ ധൈര്യമുണ്ടോ? നാട്ടുകാർ പറയും അവന് വട്ട് പിടിച്ചെന്ന് പറയും. പക്ഷെ നീ ഓർക്കുക, നീ നാളെക്കത്തെ കഴിഞ്ഞ് നീ പ്രധാനമന്ത്രി ആകുകയും ചെയ്യും. അതിനൊന്നല്ല, ആരും അടിക്കത്തില്ലെന്ന് എനിക്കറിയാം. ഇവിടെ നിന്ന് ആരും അടിക്കുകയല്ലെന്ന് എനിക്കറിയാം. ധൈര്യം അവിടെ പോകുന്ന വഴി പ്രസ് കയറി അടുപ്പിച്ചു പോകും. എന്നിട്ട് വീട്ടിൽ കൊണ്ട് ഒട്ടിക്ക്.
12 മക്കളില്ല, 7 എനിക്ക് കർത്താവ് 5 കുഞ്ഞുങ്ങളെ തന്നെ അനുഗ്രഹിക്കാൻ പോകുന്നു. അടിക്കാലെന്ന് എനിക്ക് ഉറപ്പല്ല, നിങ്ങൾ ചെയ്യത്തില്ല. അത് വീടില്ലാത്ത അടിച്ചു വെക്ക 2 നില കെട്ടിടം കർത്താവ് എനിക്ക് തരാൻ പോവുക. ധൈര്യമുണ്ടോ? കടക്കടി നിൽക്കുന്നവൻ പറയാ, ഇതാ അടുത്ത കൊല്ലം ഡിസംബർ 25-ാം തീയതിക്കുള്ളിൽ ഞാൻ കോടീശ്വരനായിരിക്കും. അടിച്ചു വെക്ക് വീട്ടിൽ കൊണ്ടുപോയി. അവിടെ നിങ്ങൾ അടിക്കും, എന്നെ വേണം നിങ്ങൾ അടിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചെയ്തു വെക്കോളെ. ഒരു 4 പേരിൽ കാണാം, നിങ്ങളുടെ ദർശനം 4 പേര് കാണണം. ഉള്ളിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ട്, ഓണം ബെമ്പ അടിക്കണം, ഓണം ബെമ്പ അടിക്കണം. ഓണം ബെമ്പ എവിടെ അടിക്കാനാ? അതൊക്കെ ആമ്പിള്ളാരെ വാങ്ങിച്ചിട്ട് പോകും. നീ ഒന്ന് എഴുതി വെച്ച് പ്രാർത്ഥിച്ച് നമ്മൾ എഴുതി ആരും കാണാൻ ബൈബിളിലും അല്ലെങ്കിൽ മടക്കി ചൂണ്ടി അച്ഛനെയും കാണിച്ചേക്കല്ലോ കേട്ടോ. അച്ഛനൊന്ന് വായിച്ചൊന്നും തരിക, പോസ്റ്റർ ഒട്ടിച്ച് വെക്ക്. വെല്ലുവിളിച്ചാ പറയണത്, വെല്ലുവിളിച്ച അതിലെ സമയത്ത് അത് നടന്ന് കർത്താവിന്റെ വചനമായി പറയണത്. നമുക്കൊരു രഹസ്യ ആത്മീയതയൊക്കെയാണ് മക്കളെ. ആരും കേൾക്കാൻ, ഹൃദയമിടിപ്പ് പോലും കേൾക്കാതെ നമ്മുടെയൊക്കെ പ്രാർത്ഥന. ശരിയാ, കർത്താവ് പറഞ്ഞിട്ടുണ്ട് പരസ്യമായിട്ടല്ല വാതിലടിച്ച. പക്ഷെ എനിക്കൊരു ഇത് സാക്ഷ്യമാണ്, ഇത് പ്രാർത്ഥനയല്ല. നേരത്തെ ഒരു അമ്മച്ചി ആൾത്താലെ വന്നിട്ട് എല്ലാം പറഞ്ഞിട്ട് എൻ്റെ മകൻ അനുഗ്രഹിക്കപ്പെടും എന്നുള്ളതിന് എനിക്കറിയാം. എൻ്റെ മോന് അവൻ എവിടെയോ പോയി, അമേരിക്കയിലോ കാനഡയിൽ പോയി. ഇറങ്ങി പോകുന്ന വഴിക്ക് അമ്മ പറഞ്ഞുകൊണ്ട് പോവാ, എൻ്റെ മോൻ അവിടെ നല്ല ജോലി കിട്ടുമെന്ന് എനിക്കറിയാമെന്ന്. ഞങ്ങൾ ഈ ഒരു ധൈര്യം നമുക്കുണ്ട്. നമ്മുടെ മക്കളെ പറ്റി ഒരു ദർശനം കണ്ടേ നിങ്ങള്? ഹല്ലേലൂയ. ദർശനമില്ല, ഒന്നുമില്ല. ഞങ്ങൾ ദർശനം കണ്ട് പ്രാർത്ഥിക്കും. ദർശനം എഴുതി വെക്കുക. ഓടുന്നവന് പോലും വായിക്കാൻ പറ്റുന്ന വലിപ്പത്തിൽ എഴുതി വെക്കാനാ പറയണത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവിന്റെ ജീവിതത്തിൽ തലമുറകൾ തന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ഒറ്റപ്പാട്ട് പറയും മാതാവ്, ഒറ്റപ്പാട്ട് അങ്ങോട്ട് പാടി തലമുറകൾ തന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. നിങ്ങൾ കണ്ടു ഇവിടെ കിടന്നുകൊണ്ട് എല്ലാവരും കൂടെ ഭാഗ്യവതി, നന്മ, കൃപ നിറഞ്ഞവളെ സ്വസ്തി എന്ന് പറഞ്ഞ്, നന്മ നിറഞ്ഞവളെ സ്വസ്തി എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ആര് പ്രവചിച്ചാലോ സംഭവിക്കും മക്കളെ. വിശ്വസിച്ച് പ്രാർത്ഥിച്ചു, വിശ്വസിച്ച് പ്രവചിച്ചോ, ചങ്ക് പറഞ്ഞ് പ്രവചിച്ചോ, സംഭവിച്ചിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ ഒരു ധൈര്യമാണ് മക്കളെ. നാണം കെടണം, കർത്താവിന് വേണ്ടി നാണം കെടാനുള്ളൊരു ധൈര്യം. നമ്മളെല്ലാം ആകമാർക്കൊന്നും അനുഗ്രഹമൊന്നുമില്ലെന്ന്. ഏതെങ്കിലും സാറ് ജയിച്ചു. പിന്നെ ഇപ്പോൾ സംസ്ഥാന അവാർഡൊക്കെ ഉണ്ട് അധ്യാപകർക്ക്. ജയിച്ചതൊക്കെ പിള്ളേരാ മക്കളെ. തല്ലുകൊണ്ട പിള്ളേരെ പള്ളിക്കൂടത്തിൽ ജയിച്ചിട്ടുള്ളൂ. ഹല്ലേലൂയ. ചേച്ചിക്ക് കാര്യം പിടി കിട്ടി. തല്ലുകൊണ്ട പിള്ളേരെ പള്ളിക്കൂടത്തിൽ ജയിച്ചിട്ടുള്ളേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മുടെ കാലത്ത് തല്ലുണ്ടായിരുന്നു, കിട്ടിയിട്ടുണ്ട് എനിക്ക് ഇഷ്ടം പോലെ. ഇഷ്ടം പോലെ അല്ലേ, ഇടയ്ക്കിടയ്ക്ക് ഓരോന്ന് കിട്ടും. അതൊക്കെ അനുഗ്രഹമായി മാറി. കണക്ക് സാറ് വക്കച്ച് സാറുണ്ടായിരുന്നു, ഒറ്റ അടി തന്നു ഒരു തവണ. SLCക്ക് എനിക്ക് കിട്ടിയ 95, ഒരെണ്ണത്തിന് 50-50, ഒരെണ്ണത്തിന് 50-45. വക്കച്ച് സാർ ആഞ്ഞൊന്ന് അടിച്ചതാ. അന്ന് തീരുമാനം എടുത്തു. എവിടെയാണ് അന്ന് വേണ്ട 2-3 മാർക്ക് അതിൻ്റെ ഇടാന്ന് ചോദിച്ചിട്ടുണ്ട് അടിച്ചത്. വക്കച്ച് സാർ ഇടയ്ക്ക് ഇവിടെ വരാൻ പറ്റും, പ്രായമായി ഇപ്പം വരും. കൂട്ടിക്കാരനാണ്. വൈകുന്നേരത്തെ കുർബാനയ്ക്ക് ചിലപ്പോഴങ്ങനെ സാറും ടീച്ചറും കൂടെ വരും. പ്രായമായി, എന്നാൽ ഈ ശിഷ്യനെ ഒന്ന് കാണാൻ വേണ്ടി വരുന്നതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അടി കൊണ്ട കുട്ടി പഠിക്കും. ഇന്ന് അടിയില്ലല്ലോ, അതുകൊണ്ട് കുട്ടികൾ പഠിക്കാറുമില്ല. കുട്ടികൾ നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. നല്ല അടി കൊടുക്കാനും അങ്ങനെ ഒരു ഗവൺമെൻറ് വരാൻ വേണ്ടി വോട്ട് ചെയ്യണം നമുക്കിനി. സ്കൂളിലൊക്കെ നിയമം മാറ്റി എഴുതുന്ന ഒരു ഗവൺമെൻറ് വരാൻ വേണ്ടി നമ്മൾ ഒരു വോട്ട് ചെയ്യണം ഇനിയിപ്പം. എന്തൊക്കെ വിഷയങ്ങളാണ് ഓരോ ദിവസം. ഞാനൊന്നും പറയണില്ല, നെഗറ്റീവ് പറയാൻ എനിക്ക് ഇഷ്ടമില്ല, അതുകൊണ്ട് പറയണില്ല. കുഞ്ഞുങ്ങൾ കാണിച്ചു കൂട്ടുന്ന ഓരോന്നുമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞാൻ പറഞ്ഞോ നിങ്ങളോട്, പറഞ്ഞെന്ന് എനിക്കൊന്ന് 14-15 വയസ്സ്. അതുകൊള്ളില്ല, പാവാടയും ബ്ലൗസുകൾ ഇട്ടേക്കുന്നത്. ഒരു കുഞ്ഞുമായിട്ടാണ് വന്നേ. 14 വയസ്സ് 15 വയസ്സ്, അതുകൊള്ളില്ല. 14 ഇല്ല അതിന്. ഒരു 13 വയസ്സ് 14 വയസ്സ്. ഒക്കത്തിരിക്കുന്ന അവളുടെ കൊച്ചാ. ഞാൻ കണ്ടിട്ടുള്ള കാഴ്ചകളിൽ എൻ്റെ ചങ്ക് പൊട്ടിച്ചൊരു കാഴ്ച. കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞോ ഇല്ലെന്ന് തോന്നുന്നല്ലേ, ഞാൻ കാഴ്ച കണ്ടതാ.
അമ്മയ്ക്ക് ഒരു 40 വയസ്സ് പ്രായം കാണും, അല്ല 35 വയസ്സ്. അവരുടെ മകളും മകളുടെ മകളുമായിട്ട് വന്നിരിക്കുക. 14 വയസ്സുള്ള കൊച്ചൻ്റെ ഒക്കത്ത് 1 വയസ്സുള്ളൊരു കൊച്ചിരിപ്പുണ്ട്. ഞാൻ സത്യത്തിൽ വിചാരിച്ച് അവരുടെ മകളായിരിക്കും ഇതെന്നാ. പ്രാർത്ഥിക്കാൻ വേണ്ടി അടുത്ത് വന്നപ്പോൾ അവർ വാവിട്ട് കരയാൻ തുടങ്ങി. ഞാനെന്ത് ചെയ്യാനാച്ചാ? ഞാൻ പറഞ്ഞൊരു പൊന്നി ചേച്ചി, ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം നിങ്ങൾക്കുണ്ട്. കാരണം ഈ കുഞ്ഞിനെ വേണേൽ കൊന്നുകളയായിരുന്നു, അബോർഷൻ ചെയ്യാൻ. പിഴച്ച് കൊച്ചുണ്ടായാൽ നിങ്ങൾ നിങ്ങളുടെ മക്കളെ പ്രസവിക്കാൻ സമ്മതിക്കുമോ? എനിക്കത് ചോദ്യം വല്ലാത്ത ഷാർപ്പാന്ന് എനിക്കറിയാം. അങ്ങനെ ഉണ്ടായാൽ അത് സംഭവിക്കില്ല, അതിനുവേണ്ടി ഇത് പറയുന്നത്. അവർ സ്ത്രീയായിരുന്നു, അവരമ്മയായിരുന്നു. അതുകൊണ്ട് 13 8ാം ക്ലാസ്സിൽ 9ൽ പഠിക്കുന്ന കുട്ടിയായത്, മൈനറാ, കേസെടുക്കേണ്ട കേസാ. അനങ്ങിയില്ല, കണ്ണീരോടെ പ്രാർത്ഥിച്ചു. ആ കുഞ്ഞിനെ പ്രസവിക്കാൻ അനുവദിച്ചു. ആ കുഞ്ഞുമായിട്ട് വന്നിരിക്കുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമുക്ക് നാണം കെട്ട് കർത്താവിനെ സ്നേഹിക്കാം. അസീസിലെ ഫ്രാൻസിസ് പിള്ളയാളിലൊക്കെ നാണം കെട്ട പോലെ ആരാ നാണം കെട്ടിട്ടുള്ളത്? ക്രിസ്തുവിനെ പ്രതി ഇത്രയധികം നാണം കെട്ട ഒരുത്തനുണ്ടോ? അവന് പേരിട്ട് കൊടുത്തു 2ാം ക്രിസ്തു. അവൻ്റെ പേര് 2ാം ക്രിസ്തു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അവളെ എല്ലാറ്റിൻ്റെയും ഉള്ളിൽ ഒരു നിധിയുണ്ടെന്ന് വിശ്വസിക്കണം. ഏത് തകർച്ചയ്ക്കുള്ളിലും ഏത് ദുരന്തത്തിനുള്ളിലും ഒരു അഭിഷേകമുണ്ട് മക്കളെ. ഏത് പരാജയത്തിനുള്ളിലും ഏത് വീഴ്ചയ്ക്കുള്ളിലും ഒരു അഭിഷേകം കർത്താവ് തരും. ഹല്ലേലൂയ. ആരും സങ്കടപ്പെട്ടൊന്നും ഇരിക്കല്ല. ബി ജോയ്ഫുൾ, റിജോയ്സ്. ഐ സേ ടു യു അഗൈൻ, റിജോയ്സ്. എന്നാ പ്രശ്നം? സന്തോഷത്തെ ആത്മാവിൽ സന്തോഷിച്ച് നിൽക്കണം മക്കളെ. ആത്മാവിൽ ആനന്ദിക്കണം, ആത്മാവിൽ ദൈവത്തെ ആരാധിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആശുപത്രി കിടക്കയിലും രോഗക്കിടക്കയിലും ഒക്കെ കിടന്നു കർത്താവിനെ സ്തുതിക്കണം. ജയിലിൽ പിടിച്ചുകൊണ്ട് ജയിലിൽ കിടന്ന് ഒറ്റത്തിൽ കർത്താവിനെ സ്തുതിക്കണം. ശിഷ്യന്മാർ കിടന്ന് സ്തുതിച്ചെന്നൊക്കെ പറയുന്നില്ലേ? ഹല്ലേലൂയ. കോടതി കയറിയിരിക്കുമ്പോൾ ഒച്ചത്തിൽ ദൈവത്തെ സ്തുതിക്കണം. ഏതാ കളക്ടറേറ്റില് ഒരു അത്യാവശ്യകാലം ജപ്തി വരാൻ പോവാ, ദൈവത്തെ സ്തുതിക്കണം. ആത്മാവിൽ ആനന്ദിക്കണം. വളരെ ആത്മാവിൽ ആരാധന, ആത്മാവിൽ ആരാധന. ജീവിതം ലൈഫ് ഈസ് ഡിഫറെന്റ് മക്കളെ. ഹല്ലേലൂയ. കർത്താവ് തരുന്നൊരു കരുത്തായത്, കർത്താവ് തരുന്നൊരു അഭിഷേകമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. തിരുവചനം പറയുക. നമുക്ക് വചനത്തിലേക്ക് വരാം. നമ്മൾ ജെറമ്യായുടെ വചനം വായിച്ചുകൊണ്ടിരിക്കുക. 39ാം വാക്യം. അവർക്കും അവരുടെ കാലശേഷം അവരുടെ സന്തതികൾക്കും. നമ്മളെ കൊണ്ട് കഥ തീരുന്നില്ല മക്കളെ. നമുക്ക് മുമ്പേ കടന്നുപോയ പൂർവ്വപിതാക്കളുണ്ട്. എന്തെങ്കിലുമൊക്കെ നന്മയുണ്ടെങ്കിൽ ഇതിനു മുമ്പ് ജീവിച്ചു പോയ പൂർവ്വപിതാക്കളുണ്ട്. അവരുടെ കരുത്തിൻ്റെ പകുതിയൊന്നും നമുക്കൊന്നുമില്ല. ഞാൻ തിരിഞ്ഞു നോക്കുമ്പോഴേ എനിക്ക് മുമ്പേ കടന്നുപോയ ചില വൈദികരൊക്കെ ഉണ്ട് കേട്ടോ. വൈദികരുണ്ട്. അവരൊക്കെ അമാനുഷ്യരായിരുന്നൊക്കെ ഞാൻ ചിലപ്പം ചിന്തിക്കാറുണ്ട്. അവരാരും മനുഷ്യരായിരുന്നു, അവരൊക്കെ അമാനുഷ്യരായിരുന്നു. കരുത്തുള്ളവർ, ദാരിദ്ര്യത്തെ പുൽകിയവർ. തൊട്ട് മുമ്പിലത്തെ ജനറേഷൻ അല്ല, അതിൻ്റെ തൊട്ട് മുമ്പിലത്തെ ജനറേഷൻ ഇല്ലായ്മയിൽ സ്വന്തം വീട്ടിൽ നിന്ന് കിട്ടിയ പൈസ കൊണ്ടുവന്ന് പുല്ല് പള്ളികൾ പണിതവർ. വീട്ടിൽ സമൃദ്ധി ഉണ്ടായിരുന്നു, ഇട്ടേച്ചിറങ്ങിപ്പോന്നു പാപങ്ങളെ സേവിക്കാൻ വേണ്ടി. പൗരോഹിത്യം എന്ന പേരിൽ ജീവിതമൊക്കെ ഇങ്ങനെ ബലിയായിട്ട് അവർ ബലിയർപ്പകരായിട്ടൊക്കെ മാറിയതാണ്. ഒരു കഴിഞ്ഞ തലമുറയുടെ ബലിയുടെ ബാക്കി പത്രമാണ് ഞാനും നിങ്ങളും ഒക്കെ. ആദ്യമായിട്ടും അതെ ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തിയെ പറ്റി ഞാനൊരു കാര്യം പ്രവചിക്കട്ടെ. നിങ്ങളുടെ പൂർവ്വപിതാക്കൾ പ്രാർത്ഥിക്കുന്നവരായിരുന്നു. നിങ്ങളുടെ പൂർവ്വപിതാക്കൾ ദൈവത്തെ വിളിക്കുന്നവരായിരുന്നു. അവരില്ലായ്മയിലും വല്ലായ്മയിലും ഒക്കെ അവർക്ക് കത്തിക്കാൻ തിരിയില്ലായിരുന്നു. അവരുടെ വീട്ടിൽ കത്തിക്കാൻ മെഴുകുതിരി വാങ്ങിക്കാൻ പറ്റുമായിരുന്നു. മെഴുകുതിരി ഒന്നും ഇല്ലായിരുന്നത് ഒരു കാലത്ത്. ഉണ്ടായിരുന്നു പള്ളി കത്തിക്കാൻ. നമ്മൾ മെഴുകുതിരി കാണുന്ന പള്ളിയിലാണ്. വീട്ടിലൊക്കെ തിരികത്തിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി നിങ്ങൾ പറ? വീട്ടിൽ തിരികത്തിച്ച് പ്രാർത്ഥിക്കാത്തൊരു കാലമുണ്ടായത്. വീട്ടിൽ വെറുതെ എണ്ണത്തിരിയുണ്ട്, ചിലപ്പോൾ നിലവിളക്ക് കത്തിക്കുമായിരുന്നായിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നോയമ്പെടുത്ത ഉപവാസമെടുത്തൊരു തലമുറ ഉണ്ടായിരുന്നു ഇതിനു മുമ്പ്.
അതിനൊക്കെ ബാക്കിയാന്ന് ഇതൊക്കെ. ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്ക് ശേഷം ഒരു ജനറേഷൻ വരാനുണ്ട്, നമുക്ക് ശേഷം ഒരു തലമുറ വരാനുണ്ട്, ഞങ്ങൾക്ക് ശേഷം വേറൊരു പൗരോഹിത്യ ഗണമിനി ഉയരാനുണ്ട്. ഹല്ലേലൂയ. ഒരു സഭ ഉണരാനുണ്ട്, ഒരു സഭ ഉയരാനുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മളതിനെ നേഴ്സ് ചെയ്യണം, അതിനെ കെയർ ചെയ്യണം നമുക്കതിനെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്റെ പ്രാർത്ഥന മാത്രമൊന്നും ചിന്തിക്കല്ല, പല തലമുറകളുടെ പ്രാർത്ഥന ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് മുമ്പ് പ്രാർത്ഥിച്ച കുറച്ചു പേരുടെ പ്രാർത്ഥന എന്നിലെത്തുമ്പോ ഞാൻ പ്രാർത്ഥിക്കുമ്പോ എനിക്ക് ശേഷം വരാനുള്ള ഏതാനും തലമുറകൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയായത്. ഹല്ലേലൂയ. നിങ്ങൾക്ക് ശേഷം നിങ്ങളുടെ സന്തതികൾക്കും നന്മ വരുത്തുന്നതിന് വേണ്ടി അവരെന്നേക്കും എന്നെ ഭയപ്പെടുന്നതിന് ദൈവഭയം. ഭയങ്കര ഭംഗിയല്ല ദൈവഭയം. ഒരു ദൈവസന്നിധിയിൽ നിന്ന് ആദരവോടെ ഭക്തിയോടെ നിന്ന് ദൈവത്തെ ആരാധിക്കുന്നതിനേക്കാളും ശ്രേഷ്ഠമായി എന്താ ഉള്ളത്? വളരെ അശ്രദ്ധമായിട്ട് ദേവാലയത്തിൽ പെരുമാറുന്ന കണ്ടിട്ടില്ലേ? ചിലപ്പോഴൊക്കെ സംഭവിച്ചു പോകാറുണ്ട്. ആൾത്താരയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും, വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന മനുഷ്യരെ കണ്ടിട്ടില്ലേ? ദേവാലയത്തിൽ ഫോൺ വിളിക്കുന്നവരെ നിങ്ങൾ കണ്ടിട്ടില്ലേ? വളരെ അശ്രദ്ധമായിട്ട് വെറും വർത്താനങ്ങൾ. ഈ കൂടാരത്തിലൊക്കെ നിന്ന് വെറും വർത്താനം പറയുന്ന മനുഷ്യരൊക്കെ വൈകുന്നേരമൊക്കെ കാണാൻ ചില സമയത്തൊക്കെ പിടിവിട്ടു പോകും. ചില സമയത്ത് ദൈവഭയം നമ്മളിൽ നിന്ന് അസ്തമിച്ചു മക്കളെ. ദൈവഭയം നമ്മളിൽ നിന്ന് അസ്തമിച്ചു. ദൈവഭയം അസ്തമിച്ചു മനുഷ്യഭയം അസ്തമിക്കും. ദൈവത്തെ ബഹുമാനിക്കാത്തവൻ സ്വന്തം അപ്പനെയും അമ്മയും ബഹുമാനിക്കത്തില്ല. എഴുതി വെച്ചോ, നിങ്ങൾ എഴുതി വെച്ചോ ആ വാക്യം. ദൈവത്തെ ബഹുമാനിക്കാത്തവൻ ദൈവമില്ലെന്ന് പറയുന്നവൻ പറയും അപ്പനും അമ്മയില്ലെന്ന് പറയും. ദൈവത്തിന് ദൈവഭയമില്ലാത്തവൻ അപ്പനോടും അമ്മയോടും ഭയം ഉണ്ടാവത്തില്ല. ഹല്ലേലൂയ. ദൈവഭയം കർത്താവിന്റെ ഗിഫ്റ്റാണ് കേട്ടോ. ഫിയർ ഓഫ് പരിശുദ്ധാത്മാവിന്റെ ബലമൊക്കെ അല്ലേ ദൈവഭയം. ദൈവഭയം. ഹല്ലേലൂയ. 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 അവരെന്നേക്കും എന്നെ ഭയപ്പെടുന്നതിന് ഞാൻ അവർക്ക് ഏക മനസ്സ്, പരിശുദ്ധാത്മാവുള്ളൊരു മനസ്സ് ദൈവമക്കളെ, ആത്മാവ് നിറഞ്ഞൊരു മനസ്സ്. ഹല്ലേലൂയ. 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 ഒരു ദൈവാത്മാവ്, ഈ ഏക മനസ്സ്, അവർ ഏക ഹൃദയവും ഏക മനസ്സും ഉള്ളവരായിരുന്നു. ആദിമസഭയെ പറ്റിയൊക്കെ പറയുന്ന വിഭാഗീയതയായി ഇപ്പോഴെല്ലായിടത്തും. പലതിൻ്റെ പേര് നമ്മൾ നമ്മൾ മാറ്റി നിർത്തുക. മനുഷ്യനെ ചേർത്ത് നിർത്തുന്നതിന് വരെ മാറ്റി നിർത്തുന്ന മനുഷ്യരാണ് നമ്മളൊക്കെ. എല്ലാവർക്കും എല്ലാവരെയൊക്കെ ഭയമൊക്കെയാന്നേ. അവനെന്നെ ഒറ്റിക്കൊടുക്കും, അവനെന്നെ ചതിക്കും, അവനെന്നെ വഞ്ചിക്കും. അല്ല സത്യം, അത് സംഭവിക്കുന്നുണ്ട്. ആരെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. മാതാപിതാക്കളെ വിശ്വസിക്കാൻ മക്കൾക്ക് പറ്റുന്നില്ല, മക്കളെ വിശ്വസിക്കാൻ മാതാപിതാക്കൾക്ക് പറ്റുന്നില്ല, ഭർത്താവിനെ വിശ്വസിക്കാൻ ഭാര്യയ്ക്ക് പറ്റണില്ല, ഭാര്യയെ വിശ്വസിക്കാൻ ഭർത്താവിന് പറ്റണില്ല. ഹല്ലേലൂയ. ഒറ്റ മനസ്സ്, ഒറ്റ മനസ്സ്. ഹല്ലേലൂയ. 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 ഇന്നലെ ഒരു കല്യാണം ഉണ്ടായിരുന്നു. വചനം ഇങ്ങനെയാണ്, നിങ്ങൾ ഏക ശരീരമായി, ഇനിമേൽ നിങ്ങൾ രണ്ടല്ല, നിങ്ങൾ ഇനി പിതാവിനെയും മാതാവിൻ്റെ ഏക ശരീരമായി മാറും. ഹല്ലേലൂയ. ഒറ്റ ശരീരം. ഒരു ഭാര്യയും ഭർത്താവിനെ പിതാവ് അതിനെപ്പറ്റി ഓർമ്മിപ്പിക്കുന്നുണ്ടായിരുന്നു. ഒറ്റ ശരീരം. പറ്റുമോ? വെല്ലുവിളിയാ. പറ്റുമെങ്കിലേ കല്യാണം കഴിക്കാൻ പോകാവുള്ളൂ, ഇല്ലെങ്കിൽ പഠിക്കാറങ്ങല്ല. ഒറ്റ ശരീരം, ഒറ്റ തല, ഒറ്റ മനസ്സ്, ഒറ്റ ചിന്ത, ഒറ്റ ആഗ്രഹം, ഒറ്റ ഇഷ്ടം. എവിടെ? വിവാഹമെന്ന കൂതാശയുടെ വെല്ലുവിളിയായത്. എനിക്ക് എൻ്റെ വഴി, നിനക്ക് നിന്റെ വഴി. എനിക്ക് എൻ്റെ ഇഷ്ടങ്ങൾ, നീ എൻ്റെ ഇഷ്ടത്തെ മാനിച്ചോണം, ഞാൻ നിന്റെ ഇഷ്ടത്തെ അങ്ങനെ ഇല്ലെന്ന് ഒറ്റ ഇഷ്ടമേ ഉള്ളൂ. ഇനി അവളൊരു വല്ലാത്തൊരു ബലിയുടെ പേരാ വിവാഹം എന്നൊക്കെ പറഞ്ഞാൽ. സത്യത്തിൽ വല്ലാത്തൊരു സാക്രിഫൈസാ മക്കളെ ഇത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. എനിക്ക് എൻ്റെ ഇഷ്ടം, നിനക്ക് നിന്റെ ഇഷ്ടം, എനിക്ക് എൻ്റെ വഴി, നിനക്ക് ഇല്ലെന്ന്. അടുത്ത വാക്യം കേട്ടെ. അവർക്ക് ഒരു മനസ്സും
ഒരു മനസ്സും ഒറ്റ വഴി ക്രിസ്തു. അങ്ങനെയൊക്കെ ജീവിക്കുന്നവരുണ്ടോ നിങ്ങളെ? കുരിശേല് കൂടാരം കെട്ടിയവര് കണ്ടിട്ടുണ്ടോ നിങ്ങള്? വേറെ കൂടാരം കെട്ടാൻ കണ്ടില്ല, കുരിശില് കൂട് കെട്ടിയിരിക്കുക. പക്ഷി വേഗങ്ങ് സ്ഥലം കണ്ടിട്ടില്ല, കുരിശിന്റെ മോളിൽ കൂട് കെട്ടിയ പക്ഷി. ഒന്നും കിട്ടുന്നില്ല നിങ്ങൾ പറഞ്ഞിട്ടൊന്നും. അങ്ങനെ ജീവിതം അങ്ങനെയാണപ്പാ. അങ്ങനെ ഉയർന്നു നിൽക്കുക. എക്സോൾട്ടഡ് ഫാമിലി, ഉയർത്തപ്പെട്ട ഫാമിലി, മഹത്വപൂർണമായ. രോഗമുണ്ടെന്ന്, കടക്കണിയുണ്ട്, ജീവിത പ്രശ്നമുണ്ട്, ക്ലേശമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കുരിശില് കൂട് കെട്ടിയ മനുഷ്യര്, കുരിശില് കൂട് കെട്ടിയ, അതാ അവളെ വിളിക്കുന്നത് ഒറ്റ ഹൃദയം. എന്തൊരു ബലമായതെന്നറിയോ? ചിലർക്ക് തോന്നല് പരാജയമെന്നൊക്കെ തോന്നണേ. ഇതാ മക്കളെ വിജയം, ആത്മീയ വിജയം. ഇതാ ആത്മീയ. അല്ലെങ്കിൽ നീ ഒരിക്കലും തൃപ്തനല്ലെന്ന്. നിനക്ക് നിന്റെ വഴിയും അവൾക്ക് അവളുടെ വഴിയാണ്. നീ ഒരിക്കലും തൃപ്തനാവില്ല. നിന്റെ വീട് ഒരിക്കലും ഒരു സ്വപ്നമായിട്ട് മാറില്ല. നിന്റെ മേശപ്പാമ്പ് ഒരിക്കലും ഒരു അൾത്താരയായി മാറില്ല. മകളെ പെരുന്നാൾ വേണ്ട എല്ലാ ദിവസവും. എനിക്ക് വൈകുന്നേരം എന്നും വിപുലീകരിപ്പം എല്ലാ ദിവസവും വൈകുന്നേരം തിരികത്തിച്ച് പ്രദക്ഷിണം വേണ്ട നിങ്ങൾക്ക് ദിവസവും. നിങ്ങൾക്ക് ദിവസം പെരുന്നാൾ വേണ്ടെന്നേ. പെരുന്നാളില്ലെന്ന് നമ്മുടെയൊക്കെ വീടുകളിൽ ബർത്ത്ഡേ ആഘോഷിക്കുന്ന കാര്യമൊന്നുമല്ല ഞാൻ പറയണേ. പെരുന്നാൾ അപ്പനും അമ്മയും മക്കളും കൂടെ ഒക്കെ ഇരിക്കുമ്പോഴേ ആ നൊമ്പരങ്ങളൊക്കെ എടുത്ത് മേശപ്പുറത്തോട്ട് വിളമ്പി വെക്കുമ്പോഴുള്ള ഒരു ബന്ധമില്ലേ? കുർബാനയൊരു ബന്ധമാണ് മക്കളെ. ഇറ്റ്സ് എ റിലേഷൻഷിപ്പ്. ഇറ്റ് ഈസ് എ റിലേഷൻഷിപ്പ്. താങ്ങുക. പിതാവും പരിശുദ്ധാത്മാവും കൂടി ഈശോയെ താങ്ങിപ്പിടിച്ചതിന്റെ പേരാ കുരിശുമരണം. പിതാവും പരിശുദ്ധാത്മാവും കൂടെ യേശു ക്രിസ്തുവിനെ താങ്ങിപ്പിടിച്ചതിന്റെ പേരാണ് കുരിശുമരണം. വീട്ടില് വൈകുന്നേരം ആരുമായിക്കൊള്ളട്ടെ മുറിഞ്ഞുവേറ്റത്, ആരുമാകട്ടെ വീട്ടിൽ സഹിച്ചു വന്നത്, ആരുമാകട്ടെ വീട്ടിൽ അപമാനിക്കപ്പെട്ടു വന്നത്, ജോലി സ്ഥലത്ത് അപമാനിക്കപ്പെട്ടു, ജോലി ചെയ്തിട്ട് കൂലി കിട്ടിയില്ല, അല്ലെങ്കിൽ ഒരു അപകടം പറ്റി, ഒരു തെറ്റ് പറ്റി, ഭാര്യയും മക്കളും താങ്ങിപ്പിടിക്കണമെന്ന്. അല്ലെ കൊച്ചിനൊരു തെറ്റ് പറ്റി, സാരമില്ലടാ. കഴിഞ്ഞ സാറല്ലേ പറയുന്നത് കേട്ട്, ചെറുക്കൻ വിദേശത്തെങ്ങാണ്ട് പോയി, അവിടെ ചെന്ന എല്ലാ ബിസിനസ്സാണ് എല്ലാം കൂടെ നശിപ്പിച്ചു. അവൻ ഡിപ്രഷനിലേക്ക് പോകുമ്പോൾ ഈ അപ്പനും എന്നോട് പറഞ്ഞു, ആ ടിക്കറ്റിനുള്ള പൈസ ഞാൻ ആയിക്കോളും, നീ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. നീ വരാൻ പറഞ്ഞു. പല മനുഷ്യരുണ്ട് പറഞ്ഞ. ഞാൻ പറയുന്നത് തെറ്റാന്ന് എനിക്കറിയാം. ക്രിസ്തുവിനേക്കാളും വലിയ മനുഷ്യർ. കാരണം നമ്മളൊക്കെ അപ്പൻ്റെ അമ്മയുടെ പാപത്തിൽ നിന്ന് ജനിച്ചവരാ. ക്രിസ്തു ജനിച്ചത് ദൈവത്തിൽ നിന്നാ. അതുകൊണ്ടാണ് ക്രിസ്തുവിനേക്കാളും വലിയ മനുഷ്യര്. കഴിഞ്ഞ പള്ളിയിൽ കൊണ്ടുവന്നതാ. മനുഷ്യൻ പറഞ്ഞാ നീ പോര്, അപ്പൻ്റെ നിനക്ക് വണ്ടിക്കൂലിക്കുള്ള കാശ് അയക്കുന്നുണ്ട്. അങ്ങാണ്ട് പോയി ബിസിനസ് UK-ലാണോ കാനഡയിലാണോന്നും എനിക്കറിയില്ല. എങ്ങാണ്ട് പോയി എല്ലാം പൊട്ടിപ്പോയി. കൂടെ നിന്നോമാര് ചതിച്ചു. മോൻ വന്നു, മോനെ കൊടുക്കണേ ഞായറാഴ്ച പള്ളി വന്നിരിക്കുക. അപ്പം നീ എന്തിനാണ് പേടിക്കണേ? എടാ നമുക്ക് വീട് വിൽക്കാടാ. നിനക്കിപ്പം വിദ്യാഭ്യാസമില്ല, നീ പോയി ജോലി ചെയ്താൽ നിനക്ക് കിട്ടത്തില്ലേ? അപ്പം പറയുന്ന വിഷയം എന്നൊക്കെ മനസ്സിലായോ? കിടക്കുന്ന ഇടം വിറ്റ് കൊടുക്കാൻ പോവാ ചെറുക്കൻ നേരെ നിൽക്കാൻ വേണ്ടി. അതിലെ കുരിശിന്റെ മുകളിൽ കൂട് കെട്ടുന്ന മനുഷ്യര് അവര് ജീവിതത്തിൽ അപ്പനെ വേദനിപ്പിക്കാൻ പറ്റുമോ? ഇതിന് നിന്ന് ധൂമക്കുറ്റി വീശി കൊടുക്കുന്ന അമ്മ, ധൂമക്കുറ്റി വീശിക്കൊണ്ടിരിക്കുക അമ്മ. സാരമില്ലടാ കൊച്ച, അപ്പം പറഞ്ഞല്ലേ നിനക്ക് പിന്നെന്നാ. അവങ്ങളെ ഒരു സ്വപ്നം മുഴുവൻ കെട്ടിയിട്ട് അങ്ങനെ പറഞ്ഞു വിട്ടതാണ്. ആ മനുഷ്യനെയൊക്കെ അപ്പനെന്നാണോ വിളിക്കേണ്ടത്? എനിക്കറിയില്ല, വേറെ വല്ല പേരുണ്ട്, അതിട്ടാ വിളിക്കേണ്ടത്. എല്ലാം പറഞ്ഞു കൊടുക്കുക ചെറുക്കൻ രക്ഷപ്പെടാൻ വേണ്ടി. ഞാൻ പറഞ്ഞു എന്നെ പൊന്നി കേട്ടോ, വീടും കിടപ്പാടും ഒക്കെ കൂടെ വെറ്റി കഴിഞ്ഞിട്ട് ചേട്ടനെ അടുത്ത് കേൾക്കണോ? ഞങ്ങളുടെ വീടും തറവാടൊക്കെ അവനാച്ചാ. ഞങ്ങളുടെ വീട് കിടപ്പാടും ഒക്കെ അവനാ. അവനില്ലെങ്കിൽ ഞങ്ങൾക്കല്ല വീട് കിടപ്പാട് വച്ചാ. അച്ഛനൊരു ഉപകാരം ചെയ്യാം, ഒന്ന് പ്രാർത്ഥിക്ക ആ വീട് വിൽക്കാൻ. അച്ഛനൊരു ഉപകാരം ചെയ്യ ഞങ്ങളുടെ കിടപ്പാടം വിൽക്കാൻ. ചില മനുഷ്യരങ്ങനെയാ. കുരിശന്മേൽ കൂടുകെട്ടുന്നവര്, കുരിശിന്റെ മുകളിൽ ജീവിക്കാൻ ആരംഭിക്കുന്നവര്,
ഞാൻ ഒരു ഹൃദയവും ഒരു വഴിയും അവർക്ക് നൽകും. ഹല്ലേലൂയ. ജീവിച്ചാൽ നമ്മൾ ഒന്നിച്ച് ജീവിക്കും, മരിച്ചാൽ നമ്മൾ ഒന്നിച്ച് മരിക്കും. ഹല്ലേലൂയ. നിങ്ങളെ ജീവിതത്തിന് ഞാൻ പലപ്പോഴും വിവാഹ ജീവിതത്തിൽ വലിയ ആദരവാണ് നോക്കുന്ന ഒരു മനുഷ്യനാണ്. എന്തൊരു ബലിയാ അവിടെ നടക്കുന്നത്. വിചാരിച്ചതോ സ്വപ്നം കണ്ടതോ ആഗ്രഹിച്ചതോ ആണോ കുടുംബത്തിൽ സംഭവിക്കുന്നത്? ഹല്ലേലൂയ. കർത്താവ് ഇതാണ് ആത്മീയത, ഇതാണ് ആത്മീയത. ഈ ദൈവഭയത്തോട് ഞാൻ അവർക്ക് ഒരു മനസ്സ് കൊടുക്കും, ഒരു മാർഗം ഞാൻ കൊടുക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്ക് അങ്ങനെ ഭയങ്കര കട്ടിയാ, വായിക്കാൻ ശ്വാസം മുട്ടുന്നു. അതുകൊണ്ട് ഞാൻ പതുക്കെ പതുക്കെ വായിക്കുന്നത്. ഞാൻ അവരുമായി ഒരു ശാശ്വത ഉടമ്പടി, an eternal covenant, ആർക്കും പൊളിക്കാൻ പറ്റാത്ത ഒരു ഉടമ്പടി ഞാൻ അവരുമായിട്ട് ചെയ്യാൻ പോവുക. ഇങ്ങനെ ജീവിക്കുന്ന മനുഷ്യനുമായിട്ട് ദൈവം ആർക്കും പൊളിക്കാൻ പറ്റാത്ത ഒരു പാലം പണിയാൻ പോവുക. ഹല്ലേലൂയ, 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 മക്കളെ. ആയിരവാട് ജീവികളുടെ അപ്പ കുരിശനെ എന്ന് മനുഷ്യനെ ആരാധിച്ചുകൊണ്ടിരിക്കുക. പേടിയായിരുന്നേ. റോമാക്കാരുടെ ഏറ്റവും ക്രൂരമായിട്ടുള്ള കൊല്ലാനുള്ള, ശിക്ഷിക്കാനുള്ള ഉപകരണത്തെ ഇന്ന് രക്ഷയ്ക്ക് വേണ്ടി മനുഷ്യൻ ചങ്കോട് ചേർത്ത് പിടിക്കുക. ഇന്ന് ചങ്കോട് ചേർത്ത് പിടിക്കുക. ഒരു കുരിശിന് ഉപകാരം കയ്യിലുണ്ടെങ്കിൽ രക്ഷപ്പെട്ടെന്ന് പറഞ്ഞുകൊണ്ട് ജീവിക്കുന്നവരല്ലേ നമ്മളൊക്കെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മീയത എന്ന് പറഞ്ഞ ജീവിതത്തിന്റെ രഹസ്യങ്ങളെ പറ്റിയുള്ള അറിവാ മക്കളെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പട്ടുമത്ത കിടക്കുന്നതിന്റെ പേരല്ല ആത്മീയത, പട്ടുമത്ത കിടക്കുന്നതിന്റെ പേരല്ലെന്ന് ആത്മീയത. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ അവരുമായി ശാശ്വതമായ ഉടമ്പടി. He will not break it മക്കളെ. നമ്മളൊക്കെ നിന്ന് പോയത് അതുകൊണ്ടാന്നേ. അന്ന് തൈലം എടുത്ത് പൂശിയപ്പോഴേ അവൻ പറഞ്ഞതാ, അവൻ മാറ്റത്തില്ല. അനുഗ്രഹിക്കുന്നു, നമ്മൾ എന്നാ കാണിച്ചെന്ന് പറഞ്ഞാൽ അവൻ അനുഗ്രഹിക്കും. അതേന്ന് കൂടെ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ നമ്മൾ എന്നാക്കെ കാണിച്ചാൽ അവൻ കൂടെ ഉണ്ടാകും, അവൻ പുറകെ നടക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ അവരുമായി ശാശ്വതമായ ഒരു ഉടമ്പടി. കുർബാനയാന്നേ, കുർബാനയത് ശാശ്വതമായ ഉടമ്പടി. പള്ളി കുർബാന കൂടിക്കോ, സംഭവം നടന്നു. കുർബാന നടക്കാത്തൊരു അത്ഭുതമില്ല മക്കളെ. കുർബാനയിൽ നടക്കാത്തൊരു വിടുതലില്ല, കുർബാനയിൽ ലഭിക്കാത്തൊരു അഭിഷേകമില്ല, കുർബാനയിൽ ലഭിക്കാത്തൊരു അനുഗ്രഹമില്ല. നമുക്ക് കിട്ടണില്ല, അതൊന്നും മനസ്സിലാവുന്നില്ല നമുക്കത്. നമുക്ക് തിരുസഭയുടെ കൽപ്പനയാണ് കുർബാന, നമുക്ക് തിരുസഭയുടെ കൽപ്പന മാത്രമാണ് കുർബാന. അല്ല, ജീവിക്കാനുള്ള അപ്പത്തിൻ്റെ പേരടാ മോനെ. നിനക്ക് തിന്നാനും കുടിക്കാനും ഉടുക്കാനും കിടക്കാനുമുള്ള ഇടത്തിന്റെ പേരാ കുർബാന. നിനക്ക് തിന്നാനും കുടിക്കാനും ഉടുക്കാനും കിടക്കാനുമുള്ള ഇടത്തല്ല, ശ്വസിക്കാൻ 5 കാര്യങ്ങളല്ലേ ഉള്ളേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മനുഷ്യന്റെ 5 ആവശ്യങ്ങളല്ലേ, ഈ 5 ആവശ്യങ്ങളെ പൂർത്തീകരണത്തിന് വരെ കുർബാന. ഹല്ലേലൂയ. നിനക്ക് കുർബാന കൊണ്ട് പൊതിയാന്നേ, ആ കുർബാന നിന്നെ പൊതിഞ്ഞു പിടിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ. ഓക്കേ, വചനം പറഞ്ഞേ. തുടർന്ന് പറയാ, ശാശ്വത. ഇനി കേൾക്കണോ? എൻ്റെ ദൈവം, എനിക്ക് വായിക്കാൻ പറ്റണില്ല. അവർക്ക് നന്മ ചെയ്യുന്നതിൽ നിന്ന് ഞാൻ പിന്തിരിയുകയില്ല. അവർക്ക് നന്മ ചെയ്യുന്ന, I will not withdraw from doing good for them. ഇവിടെ കിടന്ന് കൂക്കി വിളിച്ച കിട്ടുന്നത് ഇതാണെന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും പിടികിട്ടിട്ടുണ്ടോ?
ഹല്ലേലൂയ. ഹല്ലേലൂയ. അവർക്ക് നന്മ ചെയ്യുന്നതിൽ ഞാൻ ഒരു നാളും പിന്തിരിയുകയില്ല. ഹല്ലേലൂയ. 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 ഒച്ചത്തിൽ പറ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒച്ചത്തിൽ പറ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇത് വീട്ടിൽ പോയി എഴുതണം കേട്ടോ, ഇന്നത്തെ ദിവസം എഴുതണം. ജെറമിയ 32, ജെറമിയ 32, 37 മുതലുള്ള വാക്യങ്ങൾ നിങ്ങളൊന്ന് എഴുതണം. വീട്ടിൽ ചെന്നിട്ട് 44 വരെയുള്ള വചനങ്ങൾ എഴുതി മേശപ്പുറത്തൊന്ന് ഒട്ടിച്ച് വെച്ച് ഈ ഒക്ടോബർ മാസത്തിന് അനുഗ്രഹമായി പറഞ്ഞുകൊണ്ടിരിക്കണേ. ഹല്ലേലൂയ. അവരുടെ ഈ പ്ലസ് കുഞ്ഞ്, നീ അറിയാത്ത ഒരാൾ നിന്റെ കടം വീട്ടാൻ വേണ്ടി വരാൻ പോവുക. നീ അറിയാത്ത ഒരാൾ നിനക്ക് വേണ്ടി ന്യായം പറയാൻ വേണ്ടി വരിക. നിനക്ക് 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 ഒരിക്കലും അറിയാത്ത ഒരു മരുന്ന് നിന്റെ സൗഖ്യമായിട്ട് മാറാൻ പോകും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഉച്ചത്തിൽ പറ ഹല്ലേലൂയ. 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 കഴിഞ്ഞിടയ്ക്ക് ഒരു വൈദികന്റെ സാക്ഷി ഉണ്ടായിരുന്നു. അച്ഛൻ സെമിനാരി പഠിക്കുമ്പോൾ അച്ഛന് ക്യാൻസർ വരിക. ക്യാൻസർ വന്നു. ക്യാൻസർ വന്ന് മരിക്കാൻ പോവുക. നീ എന്തിനാ പട്ടം കൊടുക്കുന്നേ? പക്ഷെ അച്ഛൻ്റെ ആ ഉള്ളിൽ വലിയ ആഗ്രഹം, പട്ടം വേണം, പട്ടം കിട്ടിയിട്ട് മരിച്ചോളാം, പട്ടം കിട്ടിയിട്ട് മരിച്ചോളാം. അച്ഛനോട് പറഞ്ഞു, അച്ഛോ പിതാവേ, എന്തായാലും ഞാൻ മരിക്കാൻ പോവാം, എനിക്കൊരാഗ്രഹമുണ്ട്, ഒരു കുർബാന ഒന്ന് ചൊല്ലണം, ഒരു കുർബാന ചൊല്ലിട്ട് ഞാൻ മരിക്കണം. ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ തന്നെ ചെയ്യാനാ? വലിയ ട്രീറ്റ്മെൻറ്റിൽ മയോ ക്ലിനിക്, അമേരിക്കയിലെ മയോ ക്ലിനിക്കിൽ ചികിത്സ എടുത്തുകൊണ്ടിരിക്കുക അച്ഛൻ. പിതാവ് പറഞ്ഞു, ഡോക്ടർമാരെ അനുവദിക്കുകയാണെങ്കിൽ ഓക്കെ. കാരണം പുള്ളി ഇൻറ്റൻസീവ് ട്രീറ്റ്മെൻറ്റിലാണ്. ഡോക്ടറെ കാണാൻ വന്നു, മെയിൻ ഡോക്ടറെ കാണാൻ വന്നപ്പോൾ പറഞ്ഞു, സാറേ പിതാവ് പറഞ്ഞു പട്ടം തരാമെന്ന്, എനിക്ക് ഓർഡിനേഷൻ വേണം ഡോക്ടറെ. അപ്പോൾ ഡോക്ടറെ, നീ എന്ത് ഈ പറയണേ? നിനക്ക് അസുഖം എന്നാണെന്നറിയാവോ? ഇപ്പം ട്രീറ്റ് ചെയ്തില്ല നീ തീർന്നു പോകും കേട്ടോ. ട്രീറ്റ് ചെയ്താൽ ചിലപ്പോൾ നീ ജീവിക്കും, പിന്നെ നിനക്ക് പട്ടം കിട്ടും. അച്ഛൻ ചോദിച്ചു, ഡോക്ടറിന് ഗ്യാരണ്ടി ഉണ്ടോ ഞാൻ ജീവിക്കുമെന്ന്? ഡോക്ടറിന് ഗ്യാരണ്ടി ഉണ്ടോ? അച്ഛൻ പറഞ്ഞു, പിതാവ് അല്ല ഡോക്ടറെ, എനിക്കൊരു 3 മാസം തന്നാൽ മതി, ചികിത്സ നിർത്തിയിട്ടുണ്ടെങ്കിൽ 3 മാസം സമയം തന്നാൽ മതി, ഞാൻ പട്ടം വാങ്ങിച്ചോട്ട് തിരിച്ചു വരാം. 3 മാസം കഴിഞ്ഞ് തീർന്നു എന്നുള്ള ഉറപ്പാണ്. 2 മാസം തരാൻ പറ്റുമോ? 2 മാസം പറ്റില്ല, അതാണ് തീരുവിടാം. ഇപ്പോൾ 2 മാസം ഒന്നും മാറി ഈ ട്രീറ്റ്മെൻറ്റ് തുടർന്നില്ലെങ്കിൽ നീ തീർന്നു, ക്യാൻസർ വളരും, നീ ചത്തുപോകും. ഡോക്ടറെ, ഒരു 1.5 മാസം തരാൻ പറ്റുമോ? ഞാൻ പോയിട്ട് വരട്ടെ. പട്ടം കിട്ടിയ പിറ്റേ ദിവസം വന്ന് ഞാൻ അഡ്മിറ്റാകാം. അവങ്ങളെ ഡോക്ടർ എന്നാ പറയണേ? കൊച്ചു പയ്യനെന്നല്ല, 30 വയസ്സുണ്ടാവൻ അന്ന്. പറഞ്ഞു അത് പറഞ്ഞു, ഡോക്ടർ പറഞ്ഞു, ഈ നിർബന്ധം പിടിക്കുന്നുണ്ട്. ശരി ഓക്കെ, യു ഗോ. പോയി 1.5 മാസം അവസാന ധ്യാനവും പരിപാടി എല്ലാം കഴിഞ്ഞിട്ട് പട്ടം കിട്ടി. പട്ടം വാങ്ങിച്ചിട്ട് കുർബാനയും ചൊല്ലി, എടവപ്പള്ളി കുർബാനയും ചൊല്ലിയിട്ട് അന്ന് ഉച്ചയായപ്പം ഹോസ്പിറ്റലിൽ മയോ ക്ലിനിക്ക് ചെന്നു, അമേരിക്കയിൽ. അച്ഛൻ ചെന്നു, ഡോക്ടറെ പറഞ്ഞു ട്രീറ്റ്മെൻറ്റ് വീണ്ടും, കാരണം 1.5-2 മാസം കഴിഞ്ഞപ്പോൾ ട്രീറ്റ്മെൻറ്റ് ഇനി ആരംഭിക്കണേ. അടുത്ത പെറ്റ് സ്കാനും പരിപാടി. ഇപ്പോൾ എവിടെയൊക്കെ ക്യാൻസർ ആയെന്ന് അറിയത്തില്ല, മുഴുവൻ ക്യാൻസർ ശരീരം മുഴുവൻ. ഇനി ഇത് എങ്ങോട്ടൊക്കെ പരമെന്ന് അറിയത്തില്ലല്ലോ. അതിന് നാളെ രാവിലെ പെറ്റ് സ്കാൻ എടുക്കാം, ട്രീറ്റ്മെൻറ്റ് ആരംഭിക്കുക. ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും വിശ്വാസമുണ്ട്? വിശ്വസിച്ചോ? അവങ്ങളെ പെറ്റ് സ്കാൻ എടുത്തു. അവർ പറഞ്ഞു, റേഡിയോളജിക്കാർ പറഞ്ഞു സ്കാനിങ് ശരിയായിട്ടില്ല. 2ാമത് വീണ്ടും എടുത്തു. ഞാൻ ചുമ്മാ പറയുന്നില്ല, നിങ്ങൾക്ക് എവിടുന്ന കാണുന്നത് ഞാൻ പറഞ്ഞു തരാം. 2ാമത് വീണ്ടും എടുത്തു. നമുക്ക് നിസ്സാര സാധനമൊന്നുമില്ല ഈ സ്കാൻ. ഇത് വേറെ ട്രീറ്റ്മെൻറ്റും കണ്ട കുത്തിപ്പറിച്ചൊക്കെ നട്ടലിൽ നിന്നൊക്കെ കുത്തിപ്പറിച്ചെടുക്കുന്ന സാധനമാണ് ഇത്. അതും ടെസ്റ്റ് ഇട്ടു, ടെസ്റ്റ് ശരിയായില്ല. പാവത്താനെ വീണ്ടും കുനിച്ച് പിടിച്ച് നട്ടലി കുത്തി ഇതൊക്കെ എടുത്തിട്ട് വീണ്ടും പരിശോധനയ്ക്ക് വിട്ടു. ഡോക്ടർമാർ പറഞ്ഞു, അത്ഭുതം സംഭവിച്ചു. തലയിൽ തൈലമൊഴിച്ച് അവരെ പുരോഗതിയാക്കിയ നിമിഷം അവരുടെ ശരീരത്തിൽ നിന്ന് ആ ക്യാൻസർ രോഗം വിട്ടുപോയി.
നിത്യമായ ഒരു ഉടമ്പടി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അച്ഛനായിരുന്നു നല്ല രസമാണ്, മന്ദബുദ്ധിയായിരുന്നു. അങ്ങനെ പറയാൻ പാടില്ലെന്ന് എനിക്കറിയാം, മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ്. 4 മക്കളിൽ പൊട്ടനായിരുന്നു ഇവൻ. ഒന്നും അറിയില്ല, കണക്കൊക്കെ കൂടെ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ 1ാം ക്ലാസ്സുകാരൻ്റെ ബുദ്ധിയാണ് ഒരു കാരണവശാലും. പക്ഷെ പ്രാക്ടിക്കൽ ബുദ്ധി ഭയങ്കരമാണ്. കൃഷിപ്പണിയൊക്കെ നല്ല മിടുക്കൻ അവൻ, ഒന്നാമതാണ്. വേറെ പള്ളിക്കൂടത്തിൽ പഠിത്തമൊന്നും നടക്കില്ല. ഒരു ദിവസം കുർബാന സ്വീകരിച്ച് കഴിയുമ്പോൾ ഇവൻ്റെ ഉള്ളിലൊരു തോന്നൽ വരിക, അച്ഛനാകാൻ എനിക്കും ഈ കുർബാന ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചിട്ട് വേണം, ദിസ് ഈസ് മൈ ബോഡി ഗിവൺ അപ്പ് ഫോർ യു. എനിക്ക് ഒരിക്കൽ ഇത് പകരം ഇവൻ ആഗ്രഹിച്ചു തുടങ്ങുക. സെമിനാരിൽ ചെന്ന് ബുദ്ധിബോധമൊന്നും ഇല്ലാത്തതല്ലേ, അങ്ങനെ തട്ടും മുട്ടുമൊക്കെ കൊട്ട് പിതാവ് പറഞ്ഞില്ലേ, മാതാവ് ഈ പരിശുദ്ധ മറിയം, ഈ പൊട്ടം വിദ്യാർത്ഥി, പൊട്ടൻ സെമിനാരിക്കാർക്കുള്ള കൂട്ടിൻ്റെ പേരാണ് പരിശുദ്ധ മറിയം. ഈ പൊട്ടൻ സെമിനാരിക്കാർക്ക് വേണ്ടിയുള്ള കൂട്ടിൻ്റെ പേരാണ് പരിശുദ്ധ മറിയം. ഞങ്ങൾ വിശുദ്ധ ജോൺ മരിയ വിയാനിയെ പറ്റി കേട്ടിട്ടില്ലേ? പൊട്ടൻ വിദ്യാർത്ഥിയാണ്. ഞങ്ങളുടെയൊക്കെ മധ്യസ്ഥൻ്റെ പേരാ പറയണേ. ഇടവക വൈദികരുടെ അല്ല, ലോകമെമ്പാടുള്ള വൈദികരുടെ മധ്യസ്ഥനാണ് ജോൺ മരിയ വിയാനി. പൊട്ടനായിരുന്നെന്ന്, ലാറ്റിൻ്റെ പരീക്ഷയ്ക്ക് തോക്കുമായിരുന്നാണ് പറയണേ. അവസാനം പറഞ്ഞു വിടാൻ തുടങ്ങിയപ്പോൾ മെത്രാനച്ചനില്ല, അന്ന് വികാരിയനക്കാളാണ് ഉള്ളത്. വികാരിയനക്കാളച്ചൻ ചോദിച്ചു, കത്രച്ച ഇവൻ എങ്ങനെ ഉണ്ട്? തലയിലൊന്നുമില്ല, ബുദ്ധൂസാ, തലയിലൊന്നും ഇല്ലെന്നേ. പിന്നെ കുർബാനയുടെ മുമ്പിൽ എപ്പോഴും പോയിരിക്കുന്ന കാണാം, കയ്യിലെപ്പോഴും കൊന്തയെ പിടിച്ചുകൊണ്ടാണ് നടപ്പവൻ്റെ. പുണ്യാളനായ വികാരിയനക്കാളച്ചൻ പറഞ്ഞു, കത്രച്ച അത് പോരെ, അത് പോരെ, വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ, നമുക്കവനെ അച്ഛനാക്കിയാലോ. അച്ഛനാക്കി 3-4 കുർബാന നമുക്കൊക്കെ പള്ളി കിട്ടും. ഈ ബുദ്ധൂസിന്, ഈ പൊട്ടന് പള്ളി പോലും കൊടുത്തില്ല. 3-4 മാസം അരമനയുടെ ചുറ്റിപ്പറ്റിയൊക്കെ നടപ്പുണ്ട്, അവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ട് നടപ്പുണ്ട്. അങ്ങനെ ആഴ്സെന്ന് പറഞ്ഞ സ്ഥലത്തൊരു പള്ളി കിടപ്പുണ്ട്, പൂട്ടിക്കിടക്കുക. ഒന്നിനും കൊള്ളാത്ത കുറച്ച് മനുഷ്യരുള്ള സ്ഥലമാണ് അത്, പള്ളി പൂട്ടിക്കിടക്കുക. ഇവരെ എങ്ങനെ ഒഴിവാക്കണ്ടേ ഈ സാധനത്തിനെ? പറഞ്ഞു പൊക്കൊള്ളാവോ ആഴ്സിലേക്ക്. ഈ ഇരുമ്പ് പെട്ടി തൂക്കിപ്പിടിച്ചുകൊണ്ട് ആഴ്സിലേക്കുള്ള യാത്ര ആരംഭിക്കുകയാണ് വിയാനി പുണ്യാളൻ. പോകുന്ന വഴിക്ക് ഒത്തിരി കഥയുള്ളൂ. ഒരു ചെറുക്കനെ വഴി വെച്ച് കണ്ടു. അവനോട് ചോദിച്ചു, ആഴ്സിലേക്കുള്ള വഴി എങ്ങനെയാടാ കൊച്ചെ? അവൻ നല്ല വില്ലനായിരുന്നു. അവൻ ചോദിച്ചു, ഞാൻ ആഴ്സിലേക്ക് വഴി കാണിച്ചിട്ടാ, എനിക്കെന്നാ തരും? പുണ്യാളൻ പറഞ്ഞു, നീ ആഴ്സിലേക്കുള്ള വഴി എന്നെ കാണിച്ചാൽ സ്വർഗത്തിലേക്കുള്ള വഴി നിന്നെ ഞാനും കാണിച്ചു തരും. ഒരു ദേശം ജീവിതം മുഴുവൻ സ്വർഗത്തെ കാണിച്ചു കൊടുത്ത പുണ്യാളനായിട്ട് മാറുക. ഹല്ലേലൂയ. ഞാൻ ഈ അച്ഛൻ്റെ കാര്യത്തിൽ, അച്ഛൻ ഇങ്ങനെ പഠിക്കാനാ മിന്നും, പക്ഷെ ദൈവം ഇങ്ങനെ കൂടെ കൊണ്ട് നടന്ന് സെമിനാരി വന്നിട്ട് ഇതാ തിയോളജി ആയിക്കപ്പോൾ ക്യാൻസർ പിടിച്ച അച്ഛൻ്റെ കഥയാണ് ഞാൻ പറഞ്ഞത്. ദൈവം മക്കളെ, നിനക്ക് അറിയത്തില്ലടാ, ദൈവം നിന്റെ ചോരക്കകത്ത് അത് എഴുതി വച്ചിരിക്കുന്നത്. നിന്റെ ചോരയെടുത്ത് പരിശോധിച്ചാൽ നിനക്ക് മനസ്സിലാകും നിന്നോട് ദൈവം ചെയ്തത് ഉടമ്പടി. കാരണം അവൻ ചോര കൊണ്ടാ ഉടമ്പടി ചെയ്തത്. അവന്റെ ചോരയാൽ അവൻ നിന്നോട് ഉടമ്പടി ചെയ്തത്. That cannot be changed. മക്കളെ, ദൈവമക്കളെ, എന്നിട്ട് ഇരുകരങ്ങളും അപരാധ പക്കലേക്ക് നീട്ടിപ്പിടിച്ച് എന്നോട് നിങ്ങളോടൊക്കെ ദൈവം ഇങ്ങനെ ഉടമ്പടി ചെയ്തിട്ടുണ്ടെന്ന്, നീ ഏത് ജാതിയോ ഏത് മതമോ എന്ത് ആയിക്കൊള്ളട്ടെ കൂട്ടാ, ഒന്ന് കരങ്ങളും നീട്ടിപ്പിടിച്ച്, ഏത് വേദനയോ ഏത് സങ്കടമായിക്കൊള്ളട്ടെ ഒന്ന് കൈ നീട്ടിപ്പിടിച്ച്, നിനക്ക് ഏത് രോഗമോ ഏത് ദുരന്തവും ആയിക്കൊള്ളട്ടെ നീ വിശ്വസിച്ച് ഈ നിമിഷം ഒരത്ഭുതം നടക്കുന്ന നിമിഷമാണ്. ഈ നിമിഷം ഒരു കൃപയൊഴുകുന്ന നിമിഷമാണ്. ഈ നിമിഷം കരുണയുടെ നിമിഷമാണ്. പരിശുദ്ധാത്മാവേ, 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 അത്ഭുതാഭിഷേകങ്ങൾ പരിശുദ്ധാത്മാവേ, അത്ഭുത വിടുതലുകൾ പരിശുദ്ധാത്മാവേ. കൂട്ടയ